ഗുഡ് മോർണിംഗ്. പത്രവാർത്താസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട പത്രങ്ങളിലെ ഒരു വാർത്തയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നോക്കുന്നത്. അതിലേതൊക്കെ വാർത്തകൾ ഏതൊക്കെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉള്ളത് വാർത്ത എന്ന് പറയുന്നാൽ സ്പീക്കറെ തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കാരണം കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 പേര് മത്സരിച്ചത്. അപ്പോൾ ആ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് 101 MLA-മാരുടെ ഒരു പിന്തുണയോട് കൂടിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു എന്നാണ് എല്ലാ പത്രങ്ങളിലെയും തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് അനിശ്ചിതങ്ങൾ ഉണ്ടായാലും സ്പീക്കറെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റിയല്ലേ? അതെ, അതെന്തായാലും നടന്നു. അപ്പോൾ അത് തന്നെയാണ് എല്ലാ പത്രങ്ങളിലെയും, മംഗളമായാലും മനോരമയായാലും കൗമുദിയായാലും മാതൃഭൂമിയായാലും എല്ലാ പത്രങ്ങളിലെയും ആദ്യത്തെ വാർത്ത അത് തന്നെയാണ്. സ്പീക്കറെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. നിരവധി കാലം മന്ത്രിയായിട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ കോട്ടയത്തിൽ നിന്നുള്ള ഒരാൾ സ്പീക്കറായി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം സ്പീക്കറായിട്ട് അടുത്ത 5 വർഷത്തേന് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടമകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. സുഹിത, ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. അപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങളും തുടങ്ങി. കാരണം വേറൊന്നുമല്ല, നവകേരള സദസ്സ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അട്ടിമറി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും മിക്ക പത്രങ്ങളിലും ഉള്ളത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊരു നടപടി, ആ ഒരു നടപടി എങ്ങനെയാണ് തോന്നുന്നത്? കാരണം ആ ഒരു ഗവൺമെൻറ് ഇരുന്നപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് വന്നത്. പക്ഷേ പിണറായി വിജയനെ സംരക്ഷിക്കാനാണെങ്കിൽ അത്രയും തല്ലിച്ചതയ്ക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ? അതെന്തായാലും ഇല്ല. ഇതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഇപ്പോൾ ഈ പേപ്പർ മൊത്തം എടുത്താലും എല്ലാത്തിനും ഓരോ ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ദേശാഭിമാനി ഇല്ല, പക്ഷെ രാവിലെ ദേശാഭിമാനി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവര് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഇതിലൊക്കെ നേരെ തിരിച്ചാണ്. അട്ടിമറി അന്വേഷണം, മംഗളം എടുത്താലും അതിൽ വേറെ, മനോരമ എടുത്താലും വേറെ ന്യൂസാണ്. എല്ലാത്തിലും വെവ്വേറെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറഞ്ഞിരിക്കുന്നത് സമരക്കാരെ തല്ലി ചതച്ചത് അത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ആ വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ലാത്തിയായിട്ട് മാറി നിന്നവരെ വീണ്ടും വീണ്ടും തല്ലുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലേ? പക്ഷെ അദ്ദേഹം ഇപ്പോൾ MLA ആയി വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു അട്ടിമറി സമരക്കാരെ തല്ലിച്ചതച്ചത് രക്ഷാപ്രവർത്തനമല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. പിണറായിക്ക് ഇനി പൈലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്തായാലും റദ്ദാക്കി എന്നുള്ളത് ന്യൂസിലുണ്ട്. മെയിനായിട്ട് ദീപികയിലാണ് കൊടുത്തിരിക്കുന്നത്. ആളുടെ സുരക്ഷ എല്ലാം പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കാര്യമായിട്ട്. പക്ഷെ എന്തായാലും ഓപ്പോസിഷൻ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ ആ പ്രതിപക്ഷ നേതാവിന് അതിൻ്റെതായ ഒരു പ്രിവിലേജ് ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം ഇത്രയും നാളും 10 വർഷം എന്തായാലും മന്ത്രിയായിരുന്ന ഒരാളാണ്. അത് മാത്രമല്ല VD സതീശൻ ആ ഒരു പൊസിഷനിൽ ഇരുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും അത് ഒരു പ്രിവിലേജ് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെന്തായാലും കിട്ടും. അതുപോലെ തന്നെ അടുത്തൊരു സംഭവം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും നീങ്ങുമെന്നാണ് മംഗളം പത്രം പറയുന്നത്. കാരണം ഇത് ഈ ഒരു പിണറായി സർക്കാർ ഇറങ്ങാൻ തുടങ്ങിയ കുറേ സമയങ്ങളിൽ കുറേ അധികം അഴിമതി കേസുകൾ അല്ലേ? കാരണം കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ ഭരിച്ചോണ്ടിരുന്നപ്പോൾ ഒരു വലിയ പ്രശ്നമില്ലാതെ നീങ്ങി. അടുത്തൊരു 5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അതൊരു അൻപേ പരാജയമാകുന്ന ഒരു കാഴ്ചയിലേക്ക് ചിലപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് കുറേ അധികം കൊള്ളകൾ നടന്നതായിട്ട് അത് വെളിയിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്തിന് എന്താണ് തോന്നുന്നത്? അത് ഈ മന്ത്രിമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ മാത്രം ഒരു അസംഷനാണ്. ആദ്യം അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ ഈ ശബരിമല കൊള്ള മുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്നത്തെ പേപ്പറിൽ 7 കോടി രൂപയാണ് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിന് നടത്തിയത്. പക്ഷെ ശരിക്കും കണക്ക് പ്രകാരം 3 കോടി രൂപ ചെലവാക്കിയിട്ടുള്ളൂ. അത് എന്തിനാ സംഭവം ഇതിന് നടത്തിയതും കൂടി ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഒന്ന് പൈസ മുക്കാനാണ്, പിന്നെ ഇതെല്ലാം കുഴിച്ചു മൂടാനും ആയിരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇതൊരു സാധാരണക്കാരൻ പറയണ രീതിയാണ്. പക്ഷെ ഇതിൽ എല്ലാവരും പെടും എന്തായാലും. കട്ടവനാരേലും പിടിക്കപ്പെടും. അല്ല, അത് തന്നെ വേണം. കാരണം അങ്ങനെ ഒരു ഇതുണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ഇനി വീണ്ടും ഒരു കൊള്ള നടക്കാതിരിക്കുള്ളൂ അല്ലേ? ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും ഭരിക്കണത് കൊണ്ടാണ് അത് മുൻ മന്ത്രിമാരിലേക്ക് പോകുന്നത്. അപ്പൊ അതിലാരും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അന്വേഷണം അങ്ങനെ പോകുന്നത്. തീർച്ചയായും അവർ ഭരണത്തിൽ ഇല്ലാത്തത് കൊണ്ട്
അവര് സുരക്ഷിതരാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വരുന്നതെന്ന് വെച്ചാൽ വാർത്ത വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നീറ്റ് പരീക്ഷ ഉയർന്ന പ്രായപരിധി വന്നേക്കും എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട് കേരള കൗമുദിയിൽ. കാരണം നീറ്റ് പരീക്ഷ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല എല്ലാത്തിനും ഒരു പ്രായപരിധി നിശ്ചയിക്കണമെന്നാണ് പറയുന്നത് അല്ലേ? കാരണം ഇപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിച്ച് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ PSC എടുത്തോട്ടെ, PSC ആയിക്കോട്ടെ, എല്ലാ സാധനത്തിനും ഒരു പ്രായപരിധിയുണ്ട്. ഇത്ര വയസ്സ് കഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ, ഇത്ര വയസ്സ് കഴിയുമ്പോൾ അത് റിട്ടയർഡ് ആകണം എന്ന് പറഞ്ഞ എല്ലാത്തിനും പ്രായപരിധി നിശ്ചയിക്കുമ്പോൾ ഈ ഇലക്ഷന് മാത്രം അങ്ങനെ ഒരു പ്രായപരിധി കൊടുക്കാത്തത് എന്താ സുഹൃത്തിൻ്റെ ഒരു അഭിപ്രായം? ഈ ഇലക്ഷൻ എന്ന് പറയണത് ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പാണല്ലോ, അതിന് പ്രായപരിധി വേണ്ട എന്നുള്ള ഒരിതാണ്. പക്ഷെ എന്തൊക്കെയായാലും ഒരു MLA കഴിഞ്ഞിട്ട് വേറെ മുന്നിട്ടുള്ള പൊസിഷനിൽ പോണതിന് എന്തായാലും പ്രായപരിധി ഉണ്ട് മത്സരിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ പ്രായപരിധി വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കൂടി വെക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതെന്തായാലും വേണം. പക്ഷെ ഈ പറയുന്ന എല്ലാവർക്കും അക്കാഡമിക്സ് നല്ല കൂടുതലുള്ള ആൾക്കാരെ ഇപ്പൊ ഭരണത്തിൽ ഇരിക്കണവര്. ഇപ്പൊ നമ്മളെ കോൺഗ്രസ് എടുത്താലും VD സതീശന് സോഷ്യോളജിയിൽ BA ഉണ്ട്, LLB ഉണ്ട്, LLM ഉണ്ട്. തീർച്ചയായും അങ്ങനെ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് PhD ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ അപ്പൊ സുരക്ഷിതമായ കൈകളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെ TV എടുത്താലും എല്ലാവരും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് എല്ലാവരും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കേരളവും വരണം. കാരണം കേരളം ഇപ്പോൾ എന്താ പറയുന്നത്, ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. വിദ്യാഭ്യാസത്തിലും എല്ലാത്തിലും പുരോഗതിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഭരിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ അത് അത്യാവശ്യമല്ലേ? ആണ്, ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ്. എന്താണ്, അത് മാത്രമല്ല ഇപ്പൊ എല്ലാവർക്കും ക്വാളിഫിക്കേഷനോടെ തന്നെയാണ്. പൊതുവെ ഇപ്പോൾ കോൺഗ്രസ്സിൽ ജാതിയിലൂടെയാണ് ഇപ്പോൾ സീറ്റ് എല്ലാവർക്കും കൊടുത്തിരിക്കണമല്ല, വകുപ്പ് കൊടുത്തിരിക്കണമെന്ന് ഒരു പറച്ചിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവർ അക്കാഡമിക്സ് നോക്കിയിട്ടാണ് എല്ലാവർക്കും വകുപ്പുകൾ കൊടുത്തിരിക്കുന്നത്, അത് ആരായാലും. തീർച്ചയായും അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള മന്ത്രിമാർ 4 പേരാണെങ്കിൽ അവർ മൊത്തം നായർ ബെൽറ്റിലുള്ളവരാണ് എന്ന് പൊതുവെ പറച്ചിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് അക്കാഡമിക്സ് നോക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ അടുത്തൊരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ചാനലിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ, ഒരു MLA മന്ത്രിയായിരിക്കുകയാണ്. അത് മന്ത്രി മോൻസ് ജോസഫാണ്. ആ മന്ത്രി ടൂറിസം മേഖലയ്ക്ക് സഹായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മന്ത്രി ഇടപെട്ടു കരിയാർ സ്പിൽവേ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കരിയാർ സ്പിൽവേ ആലപ്പുഴ, കോട്ടയം ജില്ലാ കളക്ടർമാരെ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഈ സ്പിൽവേ തുറന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലകളെ തോടുകളെയും കനാലുകളെയും ശുദ്ധീകരിക്കുന്നതിന് കരിയാർ സ്പിൽവേ തുറക്കണമെന്ന ആവശ്യം പാടശേഖര സമിതികളും ടൂറിസം പ്രൊമോട്ടർമാരും നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു. എന്നാൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും സ്പിൽവേ തുറന്നിരിക്കുകയാണ്. അത് മന്ത്രി ഇടപെട്ട്, ജലവിഭവ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹം ഇടപെട്ട് തുറന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു വാർത്തയായിരുന്നു നമ്മുടെ കല്ലറയിലുള്ള തോടുകളിലെ KV കനാലിൻ്റെ അല്ലേ, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു. ആ KV കനാൽ തുറക്കാത്തത് മൂലം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പായൽ പോളയടിയുകയും അതുപോലെ തന്നെ ടൂറിസത്തെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ശിങ്കാര ബോട്ടുകൾ ഒരുപാട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ കല്ലറയിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ആ ജീവിതം വഴിമുട്ടിച്ചുകൊണ്ട് ആ പോളം നിറഞ്ഞ് നീരൊഴുക്ക് സാധ്യമാകാത്ത രീതിയിലേക്ക് വന്ന് ആ ചെയ്യുകയും ആ പോളം ചെയ്യുകയും അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ കിണറിലേക്കൊക്കെ ആ മലിനജലം എത്തുകയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളത് റിപ്പോർട്ട് ചെയ്തത്, യൂട്ടോക്ക് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ വാർത്തയെ തുടർന്ന് ജില്ലാ കളക്ടർ അത് ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ തണ്ണീർമുക്കം ബണ്ട് തുറക്കുകയും ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ ടൂറിസമൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലത്തെ ഓരോ അറിയപ്പെടാത്ത കുറേ കാര്യങ്ങൾ അധികാരികളിലേക്ക് എത്തുകയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു വാർത്തയിലേക്ക് വന്നാൽ ഈ KSRTC സൗജന്യ യാത്ര. അപ്പോൾ ഈ KSRTCയിലെ സൗജന്യ യാത്രയെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് അത് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? KSRTCയിൽ സൗജന്യ യാത്ര എന്ന് കേട്ടതും അത്യാവശ്യം ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കുറെ സ്ത്രീകൾ വന്നിട്ട് ഇപ്പം അതിൽ കയറി ഇരിക്കാൻ തുടങ്ങി. ഓർഡർ പോലും ഇട്ടിട്ടില്ല. തീർച്ചയായും. എന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു 4 ദിവസം മുമ്പ്. അങ്ങനെ മന്ത്രി ജസ്റ്റ് ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല, അപ്പോഴേക്ക് ഇവര് വന്നിട്ട് KSRTCയിൽ അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ KSRTCയിലെ കണ്ടക്ടർ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞു ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടില്ല
ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അവർ ടിക്കറ്റ് കൊടുത്തത്. അപ്പോൾ പൊതുവേ എനിക്ക് ഈ ഫ്രീ കൊടുക്കണതിൽ എനിക്കൊരു ഇതില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇക്വാലിറ്റി ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. സ്ത്രീകൾക്ക് തമിഴ്നാട്ടിലെ ഇത് കണ്ടിട്ടാണോ ഇവിടെ വോട്ട് പിടിക്കാനുള്ള തന്ത്രമായിട്ടാണോ ഇത് കൊണ്ടുവന്നത്? അങ്ങനെ കൊണ്ടുവന്നതാണെങ്കിൽ അതെന്തായാലും പാളിപ്പോയി. കാരണം സ്റ്റാലിൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പുരുഷന്മാരെ എല്ലാവരും സ്റ്റാലിനെതിരെ അത്യാവശ്യം തിരിഞ്ഞു. കാരണം ഞാനടക്കം ചെന്നൈയിൽ പോയപ്പോൾ ഈ തലക്ക് ആ തലക്ക് വരെ ബസ്സിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഒരു 2-3 പുരുഷന്മാരും ഉണ്ട്. അവർ ടിക്കറ്റ് കൊടുത്തിട്ട് അവർ നിൽക്കുകയും ചെയ്തു. അന്ന് ഫ്രീ ആയിട്ട് ഇവർ വന്ന് ഇരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും നമുക്ക് ആണെന്ന രീതിയിൽ എനിക്കെന്തായാലും ദേഷ്യം വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് പിന്നെ ബസ്സിൽ കയറാനും തോന്നില്ല. അതുമാത്രമല്ല, ഇതെന്തായാലും നഷ്ടക്കച്ചവടത്തേക്ക് പോവുള്ളൂ. ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ GSTക്ക് വരെ SST പലതിനും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മിക്ക ജനങ്ങൾക്കും അറിയില്ല. മെയിനായിട്ട് സ്വർണം വാങ്ങുന്നവർക്ക് മാത്രമേ അതറിയുള്ളൂ SST എന്താണെന്നുള്ളത്. ഇത് ഇനി കൂടും, മദ്യത്തിന് വില കൂടും. പിന്നെ പോരാത്തതിന് ഇനിയിപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്നത് KSRTC ബസ് കമ്മിയാക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കർണത്തടിയെ പോലെ കിട്ടുകയല്ലേ ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു ബസ്, കാരണം മിക്ക സ്ഥലങ്ങളിലേക്കും KSRTC ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പ്രൈവറ്റ് ബസ്സുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പോൾ ആ പ്രൈവറ്റ് ബസ്സുകാരെ ആശ്രയിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക വണ്ടി ആ റൂട്ടിൽ ഇടുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാവരെയും ആ റൂട്ടിലുള്ള ബിസിനസ്സിനെ അത് ബാധിക്കാൻ സാധ്യതയില്ലേ? ബാധിക്കാൻ സാധ്യതയുണ്ട്. വേറെ ഇപ്പോൾ എന്തായാലും ഒരു ബസ് ഓണറും ഗവൺമെൻറ്റായിട്ട് ഒരു തീരുമാനത്തിൽ എന്തായാലും എത്തും. ഒന്നാമത് KSRTC ഉള്ളത് ശരിക്കും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതലായിട്ട് ഉള്ളൂ. പാലക്കാട് ജില്ലയിൽ ഇപ്പം എൻ്റെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു KSRTC ഉള്ളൂ, രാവിലെ 1 ഉള്ളത്. ആ ഒരു KSRTCയിൽ ഫ്രീ ഉണ്ട് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോകേണ്ട ആൾ എന്തായാലും രാവിലെ പോവില്ല, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഇതുപോലെ ഗണേഷ് കുമാർ പണ്ട് ലാഭത്തിൽ എത്തിച്ചത് ഇതുപോലെ KSRTC ബസ് കമ്മിയാക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇനിയിപ്പോൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അടുത്തൊരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, ഒരുപാട് അപകടങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മരം മറിഞ്ഞു വീണ് ഒരുപാട് അപകടങ്ങളുണ്ടായി, ഒരുപാട് പേർക്ക് ജീവഹാനി ഉണ്ടായ വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടയത്ത് തന്നെ ഒരുപാട് മരങ്ങൾ റോഡ് സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ആടി ഉലഞ്ഞ് ദുരന്തം, തല ഉയർത്തിയ അനാസ്ഥ എന്നാണ് അവർ തലക്കെട്ട് തന്നെ കേരള കൗമുദിയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം കാലവർഷം തുടങ്ങാൻ പോവാണ്, മഴ ഏറ്റവും കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സുഹിത്തിൻ്റെ ഒരു അഭിപ്രായം? എങ്ങനെയാണ് ഈ കാലവർഷമൊക്കെ അവർ നോക്കിക്കാണുന്നതെന്ന് തോന്നുന്നു? ശരിക്കും മരം ആരുടെങ്കിലും ദേഹത്ത് വീണിട്ട് അവർക്ക് അപകടം ഉണ്ടാവുന്നത് മോശം കാര്യം തന്നെ. പേഴ്സണലി ഞാൻ മരം വെട്ടാൻ കുറച്ച് എതിര് നിൽക്കണ ഒരാൾ തന്നെയാണ്. തീർച്ചയായും. കാരണം മരങ്ങളാണ് ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോഴും ജീവന് ഹാനി വരുന്ന എന്തുകൊണ്ടാണേലും ഇപ്പോൾ നമ്മളത് എന്താണ് അതിനൊരു പരിഹാരം കാണണം. അത് റോഡ് സൈഡിലേക്ക് നിൽക്കണത് വെട്ടിവിടാന്നേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മരക്കച്ചവടക്കാരന് ഇത് കോൺട്രാക്ട് കൊടുത്തിട്ട് അയാൾ എല്ലാം അത് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ലാഭം എടുത്തിട്ട് കുറച്ച് ടാക്സ് മാത്രം ഗവൺമെൻറ്റിന് കൊടുക്കുകയും ചെയ്യും. അതാ പിന്നെ അങ്ങനെ കിടക്കുകയും ചെയ്യും. മരത്തിൻ്റെ അടിഭാഗം ആ ഭാഗം റെഡിയാക്കുക, ആ ഭാഗം റോഡ് ഇടുക, ഒന്നും ചെയ്യില്ല, അതങ്ങനെ കിടക്കും. തീർച്ചയായും. ഇപ്പോൾ ഈ ജീവന് ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മലയാള മനോരമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നായ്പേടിയില്ലാത്ത സഞ്ചാരം പ്രതീക്ഷയോടെ നാട് എന്നാണ് ഒരു തലക്കെട്ട്. കാരണം തെരുവ് നായ്ക്കളുടെ ദയാവധം നടത്താമെന്ന സുപ്രീം കോടതി വിധിയിൽ ആശ്വാസം കണ്ടെത്തിയാണ് ഇപ്പം ജനങ്ങൾ ഇരിക്കുന്നത് അല്ലേ. നേരത്തെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഒരു നായ്ക്കളെയും കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് തെരുവ് നായ്ക്കളൊക്കെ ഒരുപാട് പേരെ ഓടിച്ചിട്ട് കടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളുണ്ടായി. നാട്ടുകാരിറങ്ങി തെരുവ് നായ്ക്കളെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മിക്കവരും വീഡിയോ എടുത്തിട്ടപ്പോഴാണ് അത് പുറം ലോകം അറിയുന്നതൊക്കെ. പക്ഷേ എന്താണ് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം സുഹിത്തിൻ്റെ? തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യാൻ പറ്റും? തെരുവ് നായ്ക്കളെ എനിക്ക് പേഴ്സണലി ഒരു തവണ ഇങ്ങനെ കടിക്കാൻ വന്നിട്ട് ഞാൻ അതിനെ തിരിച്ച് കാലും കൊണ്ട് ചവിട്ടി തൊഴിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ ധൈര്യം എല്ലാവർക്കും വരണം എന്നില്ല. എല്ലാവർക്കും സ്വയരക്ഷയാണ് മുഖ്യം. എല്ലാവർക്കും അത് പറ്റിയൊന്നും വരില്ല. തീർച്ചയായും. അല്ല, കുട്ടികളെയൊക്കെ കടിക്കാനായിട്ട് ഓടിച്ചാൽ അവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ കൊല്ലുക തന്നെ വേണം, വേറെ ഒന്നും ചെയ്യില്ല. നമുക്ക് അപകടമായിട്ട് എന്തുണ്ടോ അതിനെല്ലാം നമുക്ക് എന്തായാലും അതിനൊരു ഇത് വരണം. തീർച്ചയായും. സംരക്ഷണം എന്ന് പറയുന്നത് അല്ലേ
അതെ, എല്ലാവർക്കും. ഇനി അടുത്തൊരു വാർത്തയിലേക്ക്, ബിസിനസ് വാർത്തയിലേക്ക് പോയാൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസിന് ഇനിയും വില കൂടുമെന്നാണ് അല്ലേ? അപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത നല്ലവണ്ണം കുറവുണ്ട്. അപ്പോൾ ആ ഒരു കുറയുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോട്ടലുകളിൽ ഭക്ഷണത്തിൻ്റെ വില ഉയർത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിലും നമ്മൾ 180 രൂപയ്ക്കൊക്കെയാണ് ചിക്കൻ ബിരിയാണി സാധാരണ മേടിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ 240 രൂപ വരെ മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവർ പുറത്തു പോയി ഭക്ഷണം കഴിക്കൽ കുറയും. ഈ ബിസിനസ്സിനെ, ഈ ഒരു മേഖലയിലെ ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കിതൊരു തിരിച്ചടിയായിട്ട് മാറും. എന്താണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്തെങ്കിലും കാണുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഗ്യാസ് കൂട്ടണ ശരിക്കും പറഞ്ഞാൽ ബാക്കി ഹോട്ടൽ ബിസിനസ്സിന് നല്ലതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഭക്ഷണം എല്ലാവർക്കും വേണം, അത് എത്ര വിലയായാലും ആൾക്കാരത് വാങ്ങി കഴിക്കും. തീർച്ചയായും. അതുമാത്രമല്ല, പിന്നെ എല്ലാത്തിനും വില കൂടും. ശമ്പളം എല്ലാം ഉണ്ടാ, ബാക്കി എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം മാത്രം കൂടുന്നില്ല. ശമ്പളം മാത്രം കൂടുന്നില്ല, ആ ഒരു പ്രശ്നമാണ് ഉള്ളത്. പിന്നെ ഗ്യാസിന് വില കമ്മിയാക്കും എന്നുള്ളത് നരേന്ദ്രമോദി പറയണമുണ്ട്. അത് പ്രാബല്യത്തിലാവുമോ എന്നറിയില്ല. പക്ഷെ വില കമ്മിയാക്കിയാലും ഈ കൂട്ടിയ സാധനങ്ങളൊന്നും എന്തായാലും വില കുറയ്ക്കാൻ പോണില്ലല്ലോ. ഒരിക്കലുമില്ല. ഈ ടാക്സ് കുറയ്ക്കുന്ന ഒരു സമയം ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ടാക്സ് വരുമ്പോഴാണ് പെട്രോളിന് ഇത്രയും, അല്ലെങ്കിൽ ഡീസലിന് ഇത്രയധികം, പാചകവാതകങ്ങൾക്ക് ഇത്രയധികം വില കൂടി വരുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഈ സാധനങ്ങളെല്ലാം എത്തില്ലേ? ടാക്സ് കമ്മിയാക്കുമ്പോൾ പാക്കറ്റഡ് ആയിട്ടുള്ള വസ്തുവിൻ്റെ വില കമ്മിയാക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോൾ 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ടാക്സ് 10 രൂപയിൽ ശരിക്കും 3.25 രൂപയും ടാക്സ് ആണ്. അപ്പോൾ ശരിക്കും ആ പ്രൊഡക്റ്റിന്റെ വില എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഹോൾസെയിലും റീറ്റെയിലും പ്രൈസ്. അപ്പോൾ 18% GST, 13% SST, ഇത്രയുണ്ട്. അപ്പോൾ ഇതെന്തായാലും കമ്മിയാക്കാൻ പോകുന്നില്ല. അന്ന് തമിഴ്നാട്ടിൽ ഇത്രയും ടാക്സ് ഇല്ല. അതാണ് ഇപ്പോൾ KSRTCന്റെ പ്രശ്നമായതും കൊണ്ട് SST ഒട്ടും കമ്മിയാക്കില്ല, ഒട്ടും കുറയ്ക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് നോക്കും, ഇപ്പം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി BPCL കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരാനുള്ളതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ ജനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അത് അത്യാവശ്യം നല്ല റേഞ്ചിൽ, നല്ല പൈസയിലേക്ക് പോകുമ്പോൾ ഈ എന്താ പറയുക, ഈ സാധാരണ കൂലിവേല എടുക്കുന്നവരിലേക്ക് എത്തുമ്പോൾ അത് ഒരു പക്ഷേ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി മാറുന്നു അല്ലേ? ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ഒരിക്കലും അവർക്ക് അവരുടെ ബഡ്ജറ്റിൽ കൊള്ളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബഡ്ജറ്റിൽ ശരിക്കും പറഞ്ഞാൽ താളം തെറ്റി മൊത്തത്തിൽ കിടക്കുകയാണ് ഈ ഒരു 1-2 വർഷമായിട്ട് അല്ലേ? എല്ലാവരെയും ഒരു താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നടന്നു നീങ്ങിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും പെട്രോളിൻ്റെ ക്ഷാമമെല്ലാം മാറി നമുക്ക് നല്ല രീതിയിൽ പെട്രോൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ സാധാരണക്കാരൻ ഒരു എങ്ങനെ കുറുക്കുവഴിയിൽ പൈസ ഉണ്ടാക്കാന്നൊക്കെ ചിന്തിക്കാൻ എപ്പോഴും തുടങ്ങാറുണ്ട്. വേറൊരു ദീപികയിലുള്ള ന്യൂസാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടിന്റെ മറവിൽ വൻ തട്ടിപ്പ്. കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഒരു സ്ത്രീ ബിറ്റ്കോയിനെക്കാട്ടിലും വലിയൊരു കോയിൻ പറഞ്ഞിട്ട്, 1 കോയിൻ പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 33,000 കോടി രൂപ അവർ പറ്റിച്ചിരിക്കണേ. FBI ഇപ്പോഴും തപ്പാണ് എന്നാ പറയുന്നത്, അവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടില്ല എന്നുള്ള വെറുതെയാണ്. 33,000 കോടി രൂപ കയ്യിലുള്ള ഒരാൾക്ക് എങ്ങനെ പിടിക്കാൻ പോകുന്നത്? തീർച്ചയായും. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ജെന്യുവൻ ആയിട്ടുള്ള കുറെ ആപ്സുകളുണ്ട്. അങ്ങനെയുള്ളതിൽ മാത്രമേ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ക്രിപ്റ്റോന്റെ ഒരു ട്രേഡറാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് സംശയം തീർക്കാവുന്നതാണ്. ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നെല്ലാം ഇദ്ദേഹം പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സാമ്പത്തിക നഷ്ടം ഒരുപാട് പേരെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, എളുപ്പം എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ആലോചിച്ച് പോകുന്നവരാണ് ഈ ചതിക്കുഴിയിലെല്ലാം വീഴുന്നത് അല്ലേ? ഇപ്പോൾ ഒരു കാര്യം എപ്പോഴും എല്ലാവരോടും പറയാം, എളുപ്പം പണം കായ്ക്കുന്ന ഒരു മരവുമില്ല, എളുപ്പം പണം കിട്ടുന്ന ഒരു വഴിയുമില്ല, കുറുക്ക് വഴിയൊന്നുമില്ല. അതിൻ്റേതായ രീതിയിൽ, ജെനുവിനായ രീതിയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. എന്നാലും ക്രിപ്റ്റോന്റെ ബിസിനസ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു. ക്രിപ്റ്റോന്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രേഡിങ്, പല രീതിയിൽ നമുക്ക് ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം. അത് സ്റ്റേക്കിംഗ് വഴി ഉണ്ടാക്കാം, ട്രേഡിങ് വഴി ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. ആ മെത്തേഡിൽ കറക്റ്റായിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം അത് മുന്നോട്ട് പോവുക, ശരിക്കും പഠിക്കുക. നമ്മളിപ്പോൾ ഒരു എക്സാമിനാണെങ്കിലും ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം പോയാലേ അത് വിജയിക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ
എന്ത് കാര്യമായിക്കോട്ടെ അതിൽ ശരിക്കും പഠനം നടത്തിയതിന് ശേഷം മാത്രം കൃത്യമായി കറക്റ്റായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഏതൊരു വിഷയത്തിൽ ജയിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിപ്റ്റോയിലും അതുപോലെ തന്നെയാണ്. ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ആ ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലും വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇവരിപ്പോൾ തട്ടിപ്പ് നടത്തി പറഞ്ഞു. അപ്പോൾ ഇവര് ഏതെങ്കിലും തട്ടിപ്പ് ആപ്പിലൂടെ ആയിരിക്കുമല്ലോ എങ്ങനെയായാലും ഇതിപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. അതിപ്പോൾ ഒരു ഇന്റർനെറ്റും ഇതുണ്ടെങ്കിൽ ഒരു മെയിൽ ID ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാം. പക്ഷേ ഇത് ജെനുവിൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നതാണ്. അതിന് ഒരുപാട് സോഴ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമുക്ക് ചേർത്ത് പറയാം. എന്തായാലും നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിലെ ഇലക്ഷൻ ആയിക്കോട്ടെ, TVK ഇലക്ഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ മങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, നരേന്ദ്രമോദിനെ കുറിച്ചൊരു വാർത്ത പോലും ഇപ്പോൾ കേൾക്കാനില്ല അല്ലേ? നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ ആളിപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇറ്റാലിയൻ മന്ത്രിയായിട്ട് തീർച്ചയായും അദ്ദേഹവുമായിട്ട് 6ഓളം കരാറുകൾ ഒപ്പിട്ടതായിട്ടാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനം, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനാണ് ഇന്ത്യയും സൈപ്രസും ധാരണയായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം, സാംസ്കാരികം, പ്രതിരോധമടക്കമുള്ള 6 മേഖലകളിലാണ് ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വ്യാപാരം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോ ആയിക്കോട്ടെ, എന്തൊരു മേഖല ആയിക്കോട്ടെ, സൈബർ അറ്റാക്കിങ് ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ് അല്ലേ? ഈ സൈബർ അറ്റാക്കിലൂടെ തന്നെയാണ് ഒരു രാജ്യത്തെ നശിപ്പിക്കാനും ഇപ്പോൾ കെൽപ്പുള്ള ഒരു അല്ലേ? അത് എങ്ങനെയാണ് സൈബറിൻ്റെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ? സൈബറിൻ്റെ ഒരു കാര്യം വരുമ്പോൾ പേഴ്സണലി ജനങ്ങൾ എപ്പോഴും അവെയർ ആയിരിക്കണം. സൈബർ എപ്പോഴും അതിപ്പോൾ മാൽവെയറിലൂടെയാണ് കൂടുതലായിട്ട് വരുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയണില്ല. നമ്മളെന്തും ജെന്യൂൻ ആണോ എന്നുള്ളത് ശരിക്കും നോക്കിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ വരുന്ന ഓരോ OTPയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മിക്ക ആളുകളുടെയും ഫോണിലേക്ക് ഒരു OTP വന്നിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള അപ്ഡേഷനാണ്, നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല, ഇത് ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് OTPകൾ വന്ന് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. സാധാരണക്കാരായ ഈ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന കർഷകരായിക്കോട്ടെ അല്ലേ, അതുപോലുള്ള ഒരുപാട് വയോജനങ്ങളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് വരുമ്പോൾ അവരറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിൽ OTP ഞെക്കുന്നു, ആ OTP പോകുന്നു. അപ്പം അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ? അതിപ്പോൾ പദ്ധതികൾ വരുന്നുണ്ടല്ലോ പുതിയതായിട്ട്. പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. കറക്റ്റായിട്ട് കാണുന്നില്ല. സംരക്ഷണത്തിന് വേണ്ടി ഇന്നലെ പുതിയത് ഇറക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് അയച്ച് ഇറക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹം ഓരോന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചേഷ്ട വെച്ചിട്ട് ഒരുപാട് റീൽസ് ഒരുപാട് ആളുകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അദ്ദേഹം നല്ലൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നാടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അല്ലേ അത് ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി നേരെ നമുക്ക് സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അധികം എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൊണാൾഡോയുടെ കരിയറിൽ അടുത്തൊരു കിരീടം കൂടി അല്ലെ ചൂടിയിരിക്കണം. അത് അൽ നസറിൽ ചെന്നിട്ടാണ് അദ്ദേഹം ആ ഒരു കിരീടം നേടിയിരിക്കുന്നത്, പ്രോ ലീഗ്. അത് ഇരട്ട ഗോളുമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ, ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൽ ഈ 2 ഗോളുകളൊക്കെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് തന്നെയാണ് അതിനുള്ള കാരണമായിട്ട് കരുതുന്നത്. കാരണം 2020 സ്പോർട്ടിങ്ങിനൊപ്പം തുടങ്ങിയ കിരീടയാത്ര 2026 2002 ഓർക്കണം, 2002 സ്പോർട്ടിങ്ങിനൊപ്പം തുടങ്ങിയ കിരീടയാത്ര 2026 സൗദി പ്രോ ലീഗിലും തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും വായിക്കാനുള്ളത് അല്ലേ? എന്താണ് തോന്നുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ലോകകപ്പ് അന്യമായി നിൽക്കുകയാണോ ഇപ്പോഴും?
ഇനിയിപ്പോൾ അടുത്തതിൽ എന്തായാലും മത്സരിക്കാൻ പറ്റില്ല, കാരണം റിട്ടയർഡ് ടൈം ആയി അദ്ദേഹത്തിന്. അല്ല, ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല, മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ലെജൻഡുകളെ ഉൾക്കൊള്ളുന്ന ഒരു മത്സരമാണ് ഈ വരുന്ന ലോകകപ്പ്. ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള ലോകകപ്പിന്. ആ ലോകകപ്പ് ഇനി ലോകം ഉറ്റുനോക്കുന്ന ഒരു ലോകകപ്പാണ്. അത് മെസ്സിക്കൊപ്പമാണോ, നെയ്മറിനൊപ്പമാണോ, ക്രിസ്ത്യാനോയ്ക്കൊപ്പമാണോ എന്നുള്ള ആ ഒരു 3 പേരാണ് എല്ലാവരും എടുത്തു പറയുന്ന കുറച്ചധികം പേരുകൾ. ആർക്കായിരിക്കും ഇപ്പോഴത്തെ രീതിയിൽ ഒരു സാധ്യത കാണുന്നത്? ഞാൻ പേഴ്സണലി അർജന്റീനയുടെ ഫാനാണ്. അപ്പോൾ എനിക്ക് അർജന്റീന വരണം തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഞാനും ഒരു അർജന്റീന ഫാൻ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും കിരീടം ഒരു തവണ മെസ്സിക്ക് കിട്ടി, അടുത്തൊരു തവണ ഒരാൾക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അതെ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ പക്ഷേ ക്രിസ്ത്യാനോ കുറച്ച് മോശം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അത് ക്രിസ്ത്യാനോനെ തഴയപ്പെട്ടതായിട്ടായും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെ? ഒരു സപ്പോർട്ട്, കാരണം ക്ലബിൽ കളിക്കുന്ന പോലെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഇതുവരെ പോർച്ചുഗൽ ടീമിൽ നിന്ന് കിട്ടിയതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് പക്ഷെ പേഴ്സണലി തോന്നിയത് പ്രീ ക്വാർട്ടറിൽ അദ്ദേഹത്തെയാണ് തഴഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ അതിനു മുമ്പുള്ള കളിക്കും അദ്ദേഹം അങ്ങനെ ഇതായില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇനി IPL-ലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഇന്നലെ IPL-ന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള അവസാന ലീഗ് മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ 1ാം സ്ഥാനത്തിന് മാറ്റമില്ലെന്നാണ്. അവർ തോറ്റെങ്കിലും 1ാം സ്ഥാനം അവർ നിലനിർത്തുന്നത്. കാരണം പോയിന്റ് പട്ടികയിലും റൺ റേറ്റ് നോക്കിയാലും അവർ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു 165 റൺസിനെങ്കിലും അവരെ തോപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹൈദരാബാദിനെ 2ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റിയായിരുന്നു, എത്താൻ പറ്റിയാലേ. ഇപ്പോൾ ഗുജറാത്താണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 18 പോയിന്റുമായിട്ട്. ഹൈദരാബാദിന് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? ഒരു ടെൻഷൻ ഇല്ലാതെ അത് അവർക്ക് കയറിക്കൂടാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പോൾ 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് രാജസ്ഥാനും പഞ്ചാബും കൊൽക്കത്തയും ഡൽഹിയുമാണ് ഈ 4ാം സ്ഥാനത്തിനായിട്ട് മത്സരിക്കുന്നത്. ഇത് ആര് വരുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവസാനത്തെ ഒരു ഓവറിലായിരിക്കാം ചിലപ്പോൾ കളി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് മൊത്തം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബാറ്റ്സ്മാൻമാരുടെ കാര്യം എടുത്താൽ, ടോപ്പ് ബാറ്റ്സ്മാൻമാരുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ സായി സുദർശനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിൻ്റെ റൺ വേട്ടക്കാരിൽ 1ാമതായിട്ട് നിൽക്കുന്നത്. വൈഭവ് സൂര്യവംശി ആയിരുന്നു ആദ്യമേ 1ാം സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പോവുകയും ശുഭ്മാൻ ഗില്ല് 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ക്ലാസൻ 3ാം സ്ഥാനത്തേക്ക് എത്തുകയും സൂര്യവംശി 4ാം സ്ഥാനം, ഇഷാൻ കിഷൻ 5ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാലും ഭയങ്കരമായിട്ടുള്ള റണ്ണാണ് ഇവരെല്ലാവരും അടിച്ചു കൂട്ടുന്നത്, അല്ലേ? ഈ വൈഭവ് സൂര്യവംശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചു, അല്ലേ? ഈ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചിട്ടും അദ്ദേഹം ആ ഓറഞ്ച് ക്യാപ്പ് വെക്കാതെയാണ് ഗ്രൗണ്ടിലൂടെ നടന്നത്. അദ്ദേഹം വേറൊരു ക്യാപ്പ് തന്നെയാണ് വെച്ചുകൊണ്ട് നടന്നത്. പക്ഷേ അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് വിരാട് കോഹ്ലി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വെൽഡൺ സൂര്യവംശി എന്ന് പറഞ്ഞിട്ട് ഒരു സൈനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ഓറഞ്ച് ക്യാപ്പിനേക്കാളും വിലമതിച്ചത് ആ ഒരു കോഹ്ലിയുടെ സിഗ്നേച്ചറിനാണ് വിലമതിച്ചത്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 14 വയസ്സുള്ള ഒരു പയ്യൻ, അല്ലേ? 14 വയസ്സുള്ള ഒരു പയ്യൻ, എന്താ പറയുക, നമ്മുടെയൊക്കെ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് ആ ഒരു പയ്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IPL-ലെ ചരിത്രം തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മെയിൻ ടീമിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്ന ഒരു പയ്യനാണ്, അല്ലേ? അതുപോലെ തന്നെ ബോളേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാറാണ് ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത്, 24 വിക്കറ്റ് എടുത്ത് ഇപ്പോൾ ടോപ്പ് ബോളർമാരുടെ 5 പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എപ്പോഴും അത്യാവശ്യം ഭുവനേശ്വർ കുമാർ തന്നെയാണ്. തീർച്ചയായും ഭുവനേശ്വർ കുമാർ തന്നെയാണ് മിക്ക കളികളിലും, അല്ലേ? നല്ലൊരു ബോളിങ്ങുമായിട്ട് അദ്ദേഹം നിൽക്കുന്നത്. അതുപോലെ തന്നെ കാസിഗോ ഗുജറാത്തിൻ്റെ 24 വിക്കറ്റോടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. കാംബോജ് ചെന്നൈയുടെയാണ് 21 വിക്കറ്റ്. ഇനി അവർക്ക് എന്തായാലും കളിയില്ല, അടുത്തൊരു സ്ഥാനത്തേക്ക് മാറും. റാഷിദ് ഗുജറാത്തിൻ്റെ 19 വിക്കറ്റുമായിട്ട്, ഹൈദരാബാദിൻ്റെ മലിംഗ 19 വിക്കറ്റുമായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ തട്ടുകൾ മാറി മറിഞ്ഞ് വരാം. IPL ആർക്കൊപ്പമാണെന്ന് ഒരു പിടുത്തവും കിട്ടാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഓരോ ദിവസം കഴിയുന്നവരും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടീമുകളും, അല്ലേ? അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ടീമിനെ വിജയിക്കാൻ പറ്റുള്ളൂ. ആ വിജയിക്കുന്ന ടീമുകൾക്ക് എല്ലാവിധ അഡ്വാൻസ് ആയിട്ടുള്ള ആശംസകളും നേരുകയാണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും ഒരു ഉണ്ണി മുകുന്ദൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയും കൂടെ നമ്മുടെ കേരള കൗമുദിയിൽ വന്നിട്ടുണ്ട്. ഹോളിവുഡ് ആരാധകർ കാത്തിരിക്കുന്ന സോണി പിക്ചേഴ്സ് MG
ലൈവ് ആക്ഷൻ ഫാൻറ്റസി ചിത്രം മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിൻ്റെ മലയാളം പതിപ്പിൽ നായക കഥാപാത്രമായി ഹീമാനി ശബ്ദം നൽകാൻ ഉണ്ണി മുകുന്ദൻ എന്നൊരു വാർത്തയാണ്. ഹീമാനി ശബ്ദം നൽകുന്ന മലയാള ശബ്ദം ഇനി പോലെ ആരെയായിരിക്കും? ഉണ്ണി മുകുന്ദൻ്റെ ആയിരിക്കും. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരുപാട് സിനിമകളിലല്ലേ ഇപ്പോൾ ഏറ്റവും അധികം എന്താ പറയുന്ന 1-2 സിനിമകളിൽ വന്നിട്ട് ഒന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഉണ്ടായെങ്കിലും പിന്നെ ഒരു തിരിച്ചുവരവായിരുന്നു അദ്ദേഹത്തിന് അല്ലേ. മാർക്കോയിൽ നല്ല മാളികപ്പുറം ഒക്കെ ആണെങ്കിലും അദ്ദേഹം നല്ലൊരു തിരിച്ചുവരവ് തന്നെ നടത്തി. എന്താണെന്നറിയില്ല, ഉണ്ണിമൂന്ത ഇപ്പൊ മാർക്കോയ്ക്ക് ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല, എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്നാ പറയണേ. ഹീമാൻ എന്തായാലും ഒരു ഹോളിവുഡ് സിനിമയാണ്. തീർച്ചയായും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ടിവിയിൽ കുറെ കണ്ട ടിവിയിൽ കാർട്ടൂൺ കാണാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഹീമാന്റെ ഒക്കെ അല്ലെ. ഫാൻ ബേസ് ആണ്. അപ്പൊ അതിന്റെ മലയാളം പതിപ്പ് പണ്ട് ഞാൻ എക്സോഡസ് സിനിമ ഇങ്ങനെ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മലയാളത്തിൽ ഇംഗ്ലീഷ് പടം കാണാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഇത് നന്നാവുന്ന ഉറപ്പുള്ളതും കൊണ്ടാണല്ലോ. തീർച്ചയായും അവസാനത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ എബോള വൈറസിനെ പറ്റിയാണ്. ഈ യാത്രക്കാർക്ക് ഐസൊലേഷൻ ഉൾപ്പെടെ തീവ്ര പരിചരണമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കൊച്ചിയിലും നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. എബോളയുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി ഉണ്ടാകാം, ക്ഷീണമുണ്ടാകാം, തലവേദന, പേശിവേദന, അതുപോലെ തന്നെ ഛർദി, വയറിളക്കം, തൊണ്ടവേദന, രക്തസ്രാവം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ചെല്ലുക, നിങ്ങളുടെ മരുന്നുകൾ കൃത്യമായി കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു അശ്രദ്ധ ഒരുപാട് പേരുടെ ജീവനിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അസുഖബാധിതരാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത ദിവസം പത്രവാർത്താച്ചിലെ പുതിയ വാർത്തകളുമായി ഞങ്ങൾ കാണും. താങ്ക് യു.